ആലുവയിലെ പത്മസരോവരം വീട് സന്തോഷത്തിൽ മുങ്ങി നിൽക്കുകയാണിപ്പോൾ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ എന്ന ചാനലിലെ ബ്രേക്കിംഗ് ന്യൂസ് കണ്ട് ആ വീട്ടിലുള്ളവരെല്ലാം തുള്ളിച്ചാടുകയായിരുന്നു. രാവിലെ മുതൽ ആശങ്കയുടെ മുൾമുനയിലായിരുന്ന കാവ്യ മാധവനും മീനാക്ഷിയും എല്ലാം സന്തോഷത്തിലാറാടുകയായിരുന്നു. പിന്നെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ദിലീപിനെ വെറുതെ വിടുമെന്ന സൂചനകൾ പ്രിയപ്പെട്ടവർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ പടക്കമടക്കം വാങ്ങിവെച്ചിട്ടുണ്ടെന്ന് ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കുടുംബവുമായി അടുത്തു നിൽക്കുന്നവരെല്ലാം ഇക്കാര്യമറിഞ്ഞ് നേരത്തെ തന്നെ ആ സന്തോഷം പങ്കിടാൻ വീട്ടിലേക്ക് എത്തിയിരുന്നു. എന്തായാലും കഷ്ടകാലം നിറഞ്ഞ ഏതാനും വർഷങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ആ വീട്ടിൽ നിറയെ സന്തോഷമാണ്. ദിലീപിൻ്റെ പുതിയ ചിത്രം ബബ്ബഭായിയുടെ റിലീസ് ഉടൻ നടക്കുകയും ചെയ്യും. ഡിസംബർ 18-നാണ് ചിത്രത്തിന്റെ റിലീസ്. ഈ ന്യൂജൻ സിനിമ സൂപ്പർ ഹിറ്റ് ആകുമെന്നാണ് ദിലീപിന്റെ പ്രതീക്ഷ. കേസിൽ കുറ്റവിമുക്തനാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കഥാസൂചനകളുമായാണ് ഈ സിനിമയും ഒരുക്കിയിരിക്കുന്നത്. ഇതോടെ വീണ്ടും മോളിവുഡിലെ താരരാജാവായി മാറുവാനാണ് ദിലീപ് തയ്യാറെടുക്കുന്നതും. എന്തായാലും ദിലീപും കാവ്യ മാധവനും നഷ്ടപ്പെട്ടുപോയ ആ സന്തോഷത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയെ പ്രശംസിച്ച് ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ KP വ്യാസൻ രംഗത്തു വന്നിരുന്നു. ജ്യോതിഷത്തിലും മറ്റും അതീവ വിശ്വാസമുള്ള നടനായി സിനിമാരംഗത്ത് അറിയപ്പെടുന്ന ദിലീപിന് കണ്ടകശനി കാലത്താണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പെരിയാർ തീരത്ത് ശിവരാത്രി ആഘോഷം നടക്കുന്ന മണപ്പുറത്തിന് അഭിമുഖമായാണ് ദിലീപിന്റെ പത്മസരോവരം എന്ന അതിഗംഭീരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. 12 വർഷം മുമ്പ് നടനെന്ന നിലയിൽ പ്രശസ്തനായ ശേഷമാണ് ഇവിടെ ഈ വീടും സ്ഥലവും ദിലീപ് വാങ്ങിയത്. കേസ് വരുന്നതിന് 2 വർഷം മുമ്പ് പഴയ വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിച്ചു. കൊച്ചിയിലെ താലികെട്ടു ചടങ്ങ് കഴിഞ്ഞ് കാവ്യ മാധവൻ വിളക്ക് വച്ചു കയറിയത് പുതിയ വീട്ടിലേക്കാണ്. അന്ന് പണി മുഴുവൻ പൂർത്തിയായിരുന്നില്ല. ജ്യോതിഷികളുടെ ഉപദേശത്തെ തുടർന്നാണ് പഴയ വീട് പൊളിച്ച് പുതിയത് നിർമ്മിച്ചത്. ദേശത്താണ് ദിലീപ് ജനിച്ചു വളർന്ന തറവാട്ട് വീട്. സിനിമയിലെത്തിയ ശേഷം പറവൂർ കവല VIP ലൈനിൽ വീട് വാങ്ങി പുനർനിർമ്മിച്ചു. മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ഈ വീട്ടിലേക്കാണ്. ദിലീപിന്റെ സഹോദരൻ അനൂപും കുടുംബവുമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരിക്കൽ പുഴ നീന്തി മണപ്പുറത്തെത്തിയ കഥ ദിലീപ് പറഞ്ഞിട്ടുണ്ട്. മണപ്പുറത്ത് വെച്ചാണ് നാദൃഷിയെ ആദ്യമായി പരിചയപ്പെട്ടതും. നടൻ ദിലീപിന്റെ യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. നടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് രേഖകളിൽ ആലുവ കൊട്ടാരക്കടവ് റോഡിൽ പത്മസരോവരം വീട്ടിൽ ഗോപാലകൃഷ്ണൻ എന്നാണ് ചേർത്തിരിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഗോപാലകൃഷ്ണൻ ദിലീപായി മാറിയത്. പക്ഷേ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക അടക്കമുള്ള സർക്കാർ രേഖകളിൽ പഴയ പേര് തന്നെയാണ്. സ്കൂളിലെയും കോളേജിലെയും പഴയ സഹപാഠികളുടെയും അയൽവാസികളുടെയും മനസ്സിലുമെല്ലാം ദിലീപ് ഇപ്പോഴും പഴയ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. നേരത്തെ നടൻ ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നിരുന്നു. അന്നാണ് അച്ഛന്റെ ശ്രാദ്ധ ചടങ്ങിന് നടൻ ജയിലിൽ നിന്നും വീട്ടിലെത്തിയത്. അന്ന് രാവിലെ 8 മണിക്ക് ജയിലിൽ നിന്നും ദിലീപിനെ പുറത്തിറക്കുകയും ചടങ്ങുകൾ പൂർത്തിയാക്കി കുറച്ചു സമയം വിശ്രമിച്ച ശേഷം 10 മണിക്ക് 10 മിനിറ്റ് അവശേഷിക്കെ തിരിച്ച് ജയിലിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. വീട്ടിലും ആലുവ മണപ്പുറത്തുമായിട്ടായിരുന്നു ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ മണപ്പുറത്തേക്ക് കൊണ്ടുപോയില്ല. അമ്മയ്ക്കും സഹോദരങ്ങൾക്കും മകൾക്കും ഒപ്പമാണ് ദിലീപ് അന്ന് ചടങ്ങിൽ പങ്കെടുത്തത്. അന്ന് ആ വീട്ടിൽ വലിയ ദുഃഖമാണ് തളം കെട്ടി നിന്നിരുന്നതും. എന്നാൽ വിധി കഴിഞ്ഞ് ദിലീപ് വീട്ടിലേക്ക് എത്തുമ്പോൾ സന്തോഷം മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.